أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. وأتموا الحج والعمرة لله فإن أحصرتم فما استيسر من الهدي ولا تحلقوا رؤوسكم حتى يبلغ الهدي محله فمن كان منكم مريضا أو به أذى من رأسه ففدية من صيام أو صدقة أو نسك فإذا أمنتم فمن تمتع بالعمرة إلى الحج فما استيسر من الهدي فمن لم يجد فصيام 3 أيام في الحج و7 إذا رجعتم تلك 10 كاملة ذلك لمن لم يكن أهله حاضر المسجد الحرام واتقوا الله واعلموا أن الله شديد العقاب. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. സൂറത്തുൽ ബഖറയിലെ 197-ാമത്തെ ആയത്താണ് ഇപ്പോൾ പാരായണം ചെയ്തത്. ഹജ്ജും ഉംറയും നിർവഹിക്കുന്നതുമായി ബന്ധപ്പെട്ടുള്ള കൽപ്പനകൾ വിവരിക്കുന്ന ആയത്താണ്. കൂടുതൽ വിശദീകരണത്തിൻ്റെ ആവശ്യമില്ലാതെ തന്നെ അർത്ഥത്തിൽ നിന്ന് തന്നെ നമുക്ക് കാര്യങ്ങൾ വ്യക്തമാകുന്നതാണ്. ആയത്തിൻ്റെ അർത്ഥം ഇപ്രകാരമാണ്: അള്ളാഹുവിന് അവൻ്റെ പ്രീതിക്ക് വേണ്ടി ഹജ്ജും ഉംറയും പൂർത്തിയാക്കുക. എന്നാൽ നിങ്ങൾ തടയപ്പെട്ടാൽ സൗകര്യമായ ബലികർമ്മം നടത്തേണ്ടതാണ്. ബലിമൃഗം അതിൻ്റെ സ്ഥാനത്ത് എത്തുന്നതുവരെ നിങ്ങളുടെ തല മുണ്ഡനം ചെയ്യരുത്. എന്നാൽ നിങ്ങളിലൊരാൾ രോഗിയാവുകയോ അയാളുടെ തലയിൽ വല്ല പീഡയും ഉണ്ടാവുകയോ ചെയ്യുകയാണെങ്കിൽ തല മുണ്ഡനം ചെയ്യാം. അപ്പോൾ വ്രതമോ ദാനധർമ്മമോ ബലിയോ കൊണ്ട് പ്രായശ്ചിത്തം നൽകേണ്ടതാണ്. എന്നാൽ നിങ്ങൾ സമാധാനാവസ്ഥ പ്രാപിച്ചാൽ ഹജ്ജിനോടൊപ്പം ഉംറ നിർവഹിച്ചുകൊണ്ട് പ്രയോജനപ്പെടുത്തുന്നുവെങ്കിൽ അപ്പോൾ സാധ്യമായ ബലി നിർബന്ധമാകുന്നു. വല്ലവനും അത് ബലിമൃഗം കിട്ടിയില്ലെങ്കിൽ ഹജ്ജ് വേളയിൽ 3 ദിവസവും നിങ്ങൾ സ്വദേശത്ത് തിരിച്ചെത്തിയാൽ 7 ദിവസവും വ്രതമനുഷ്ഠിക്കണം. അപ്പോൾ അത് തികച്ചും 10 ദിവസമായി. ഇതാകട്ടെ മസ്ജിദുൽ ഹറാമിൻ്റെ പരിസരത്ത് കുടുംബസമേതം താമസിക്കാത്തവർക്ക് മാത്രമുള്ള കൽപ്പനയാകുന്നു. നിങ്ങൾ അള്ളാഹുവിനെ ഭയപ്പെടുക. അള്ളാഹു കഠിനമായി ശിക്ഷിക്കുന്നവനാണെന്ന് അറിഞ്ഞുകൊള്ളുക. ഹജ്ജ് ഇസ്ലാം കാര്യങ്ങളിലെ സുപ്രധാനമായ ഒന്നാണ്. ബൈത്തുള്ളാഹിൽ ഹജ്ജ് ചെയ്യാൻ ആഗ്രഹിക്കുന്നവരെല്ലാം മീഖാത്തിൽ എത്തിച്ചേർന്നാൽ ഇഹ്റാം കെട്ടേണ്ടതാണ്. ഹജ്ജ് ചെയ്യാൻ എത്തുന്നവർ ഇഹ്റാം കെട്ടേണ്ട സ്ഥലത്തിനാണ് മീഖാത്ത് എന്ന് പറയുക. ഇത് വിവിധ പ്രദേശങ്ങളിൽ നിന്ന് എത്തുന്ന ആളുകൾക്ക് വിവിധ സ്ഥലങ്ങളാണ് മീഖാത്തായി നിശ്ചയിച്ചിരിക്കുന്നത്. ഹജ്ജ് ചെയ്യുന്ന ആൾ ഇഹ്റാം കെട്ടുമ്പോൾ താടിയും മുടിയും വൃത്തിയാക്കുകയും അതുപോലെ തന്നെ കുളിച്ച് വൃത്തിയാവുകയും സുഗന്ധം പൂശുകയും ചെയ്യേണ്ടതാണ്. അതിനുശേഷം അരയിൽ ഉടുക്കാനായി ഒരു മുണ്ടും മറ്റൊന്ന് ശരീരത്തിൻ്റെ മുകൾ ഭാഗം മറയ്ക്കുന്നതിന് വേണ്ടിയിട്ടും ഉപയോഗിക്കേണ്ടതാണ്. ശരീരത്തിൻ്റെ മുകൾ ഭാഗവും മറയ്ക്കേണ്ടതാണ്. തല നഗ്നമായി തന്നെ ഇരിക്കേണ്ടതാണ്. തല മറയ്ക്കാൻ പാടില്ലാത്തതാകുന്നു. അതിനുശേഷം 2 റക്അത്ത് നഫൽ നമസ്കരിക്കുക. ബാക്കിയുള്ള സമയങ്ങളിൽ തക്ബീർ, തൽബിയ, തസ്ബീഹ്, തഹ്മീദ് ഉരുവിട്ടുകൊണ്ടിരിക്കുക. ലബ്ബൈക് അല്ലാഹുമ്മ ലബ്ബൈക് ലാ ശരീക ലക ലബ്ബൈക് ഇന്നൽ ഹംദ വന്നിഅമത ലക വൽ മുൽക്കു ലാ ശരീക ലക ലബ്ബൈക് എന്ന് ആവർത്തിച്ച് ഉച്ചത്തിൽ ചൊല്ലിക്കൊണ്ടിരിക്കുക. ഓരോ നമസ്കാര ശേഷവും ഇത് ഉച്ചത്തിൽ ചൊല്ലേണ്ടതാണ്. അതുപോലെ വ്യർത്ഥമായ സംസാരങ്ങളിൽ നിന്നും അനാവശ്യ കാര്യങ്ങളിൽ നിന്നും വിട്ടുനിൽക്കേണ്ടതാണ്. ഹാജിമാർ ഹറം അഥവാ പരിശുദ്ധ ആദരണീയ മക്കയുടെ സമീപത്ത് പ്രവേശിച്ചു കഴിഞ്ഞാൽ അതിനോടുള്ള ആദരവ് കാത്തു സൂക്ഷിക്കേണ്ടതാണ്. ഏറ്റവും ആദ്യം ബൈത്തുള്ള പ്രഥമ ദൃഷ്ടിയിൽ ആദ്യമായി കാണുമ്പോൾ തന്നെ കൈ ഉയർത്തി
അള്ളാഹുവിനോട് ദുആ ചെയ്യേണ്ടതാണ്. ഈ സമയം ഇത് ദുആ സ്വീകാര്യതയുടെ പ്രത്യേക സമയമാണ്. അങ്ങനെ ബൈത്തുല്ലാഹിൽ ഹജർ അസ്വദ് മുതൽ കഅബ മന്ദിരത്തിന് 7 പ്രാവശ്യം തവാഫ് ചെയ്യേണ്ടതാണ്. തവാഫ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഹജർ അസ്വദിനെ മുത്തുകയോ അതിന് സാധിക്കില്ലെങ്കിൽ കൈകൊണ്ട് ആംഗ്യം കാണിക്കുകയോ ചെയ്യേണ്ടതാണ്. തവാഫിൽ നിന്ന് വിരമിച്ച ശേഷം 2 റക്അത്ത് നഫൽ നമസ്കരിക്കുക. പിന്നീട് സഫ മർവ കുന്നുകൾക്കിടയിൽ 7 പ്രാവശ്യം സഅയ് ചെയ്യുക, ഓടുക. പിന്നീട് മക്കയിൽ തന്നെ താമസിച്ച് ഹജ്ജിൻ്റെ ദിവസത്തെ പ്രതീക്ഷിച്ചിരിക്കുക. ദുൽഹജ്ജ 8 ആകുമ്പോൾ മക്കയിൽ നിന്ന് മിനായിൽ പോവുകയും അവിടെ 5 നേര നമസ്കാരം നിർവഹിക്കുകയും ചെയ്യുക. അവിടെ നിന്നും അടുത്ത ദിവസം സുബ്ഹി ഫജർ നമസ്കാരത്തിന് ശേഷം അറഫാത്തിലേക്ക് പോവുക. അവിടെ വെച്ച് ലഹർ അസർ നമസ്കാരം ജംഅ ആക്കി നമസ്കരിക്കുക. അങ്ങനെ സൂര്യാസ്തമയം വരെ അറഫാത്തിൽ തന്നെ തങ്ങുക. ദുആയിലും മറ്റ് ഇബാദത്തിലും സമയം ചിലവഴിക്കേണ്ടതാണ്. അതിനുശേഷം മുസ്ദലിഫയിൽ എത്തുക. മഗ്രിബ് ഇശ നമസ്കാരങ്ങൾ അവിടെ ജംഅ ആക്കി നമസ്കരിക്കുക. അവിടെ രാത്രി മുഴുവൻ ആരാധനയിൽ കഴിച്ചുകൂട്ടുക. പിന്നീട് ഫജർ നമസ്കാരത്തിന് ശേഷം സൂര്യ ഉദയത്തിന് മുൻപായി തന്നെ മഷ്അറുൽ ഹറാമിൽ എത്തി ദുആ ചെയ്യുക. തുടർന്ന് ഉടനെ തന്നെ മിനായിൽ എത്തിച്ചേരുകയും അവിടെ ജംറത്തുൽ അഖബയിൽ 7 പ്രാവശ്യം കല്ലേറു കർമ്മം നിർവഹിക്കുകയും ചെയ്യുക. അതിൽ നിന്നും വിരമിച്ച ശേഷം ഖുർബാനി ചെയ്യുക, ബലി നൽകുക, തല മുണ്ഡനം ചെയ്യുക. പിന്നീട് അന്നു തന്നെയോ അല്ലെങ്കിൽ അടുത്ത ദിവസമോ പരിശുദ്ധ മക്കയിൽ എത്തുകയും കഅബ മന്ദിരത്തിന് ഖാന കഅബയ്ക്ക് തവാഫ് ചെയ്യുകയും ചെയ്യുക. പിന്നീട് അടുത്ത ദിവസം മിനായിലേക്ക് തിരിച്ചു വരിക. അവിടെ ജംറത്തുൽ ദുനിയ, ജംറത്തുൽ വുസ്ത, ജംറത്തുൽ അഖബ എന്നിവിടങ്ങളിൽ 7 പ്രാവശ്യം കല്ലേറു കർമ്മം നിർവഹിക്കുക. ദുൽഹജ്ജ 11, 12, 13 ദിവസങ്ങളെ അയ്യാമു തശ്രീഖ് എന്നാണ് പറയപ്പെടുന്നത്. ദുൽഹജ്ജ 13 മിനായിൽ നിന്നും തിരിച്ചു വരിക. ബൈത്തുല്ലായ തവാഫുൽ വിദാ അഥവാ വിടപറയൽ, വിടവാങ്ങൽ തവാഫ് ചെയ്യുക. ഈ എല്ലാ കർമ്മങ്ങളും പൂർണ്ണമായും നിർവഹിച്ചു കഴിഞ്ഞാൽ ഒരാൾ ഹജ്ജ് കർമ്മം നിർവഹിച്ചു. ഇത്രയുമാണ് ഹജ്ജ് കർമ്മത്തെ സംബന്ധിച്ച് വളരെ ചുരുങ്ങിയ രീതിയിലുള്ള വിവരണം. ഹജ്ജ് വേളയിൽ നിർവഹിക്കുന്ന ഓരോ കർമ്മത്തിൻ്റെയും യുക്തി എന്താണെന്ന് ഹദ്റത്ത് മുസ്ലിം മൗദ് റളിയല്ലാഹു തആല അൻഹു മറ്റു സ്ഥലങ്ങളിൽ വളരെ വിശദമായി വിവരിച്ചിട്ടുണ്ട്. അതെല്ലാം മനസ്സിലാക്കിയിരിക്കേണ്ടത് നമുക്ക് അനിവാര്യമാണ്. അല്ലാഹുമ്മ സല്ലി അലാ മുഹമ്മദിൻ വ ആലി മുഹമ്മദ് വബാരിക് വസല്ലിം ഇന്നക ഹമീദും മജീദ്.